നമസ്കാരം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുകയാണ്. കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളുടെ പടത്തലവൻ, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ കാവൽക്കാരൻ VS എന്ന രണ്ടക്ഷരം വിസ്മയമാണ്. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിൻ്റെയും സമരവീര്യത്തിൻ്റെയും ആഴവുമായി ജനം നെഞ്ചിലേറ്റിയ രണ്ടക്ഷരം. പാർട്ടിക്ക് പിഴച്ചു പോയപ്പോഴൊക്കെ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം തന്നെയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPM എങ്ങനെയാകണം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ പാർട്ടിക്കൊപ്പം ഉറച്ചുനിന്ന പലരും ഇന്ന് എതിർചേരിയിലാണ്. തിരുത്തി മുന്നോട്ട് പോകുമെന്ന് നേതൃത്വം പറയുമ്പോഴും തിരുത്തിക്കുന്ന അണികളുടെ വാ അടപ്പിക്കാനാണ് ഇന്നും നേതാക്കന്മാരുടെ ശ്രമം. എന്തായാലും ഒട്ടനവധി വാർത്തകളുള്ളൊരു ദിവസമാണ് ഇന്ന്. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ്. 100-ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും 20-ലധികം വാഹനങ്ങൾ തകർത്തെന്നും പോലീസ്. വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്താൻ CJP. വിവാദ രക്ഷാപ്രവർത്തന കേസിലെ അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് മുന്നിലെത്തിയേക്കും. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യും. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും ഇന്ന് ചേർന്നേക്കും. വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷം. അയോധ്യ സംഭാവന ക്രമക്കേട് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ്. വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. അനുസ്മരണ പരിപാടികളുമായി CPM. ആലപ്പുഴയിലെ പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുന്നപ്രയിലെ VSന്റെ വീട്ടിൽ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരം കമ്പനികൾ കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണം എന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം. ഓൺലൈൻ ടാക്സി സർവീസുകളായ ഊബർ, ഓല, റാപ്പിഡോ കമ്പനികൾക്കെതിരെ. സർക്കാർ സംരംഭമായ കേരള സവാരിക്കെതിരെയും പ്രതിഷേധം. ലോക ചാമ്പ്യന്മാരായ സ്പെയിനിന് മാഡ്രിഡിൽ വൻ വരവേൽപ്പ്. വിക്ടറി പരേഡിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആരാധകർ. അർജന്റീനയുടെ തോൽവിയിൽ വൈകാരിക കുറിപ്പുമായി ലയണൽ മെസ്സി. തോൽവിയിലെ വേദന അതികഠിനമെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും കുറിപ്പിൽ. അർജന്റീനയ്ക്കെതിരെ അച്ചടക്ക നടപടിക്ക് FIFA. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത പോലീസ്. 100-ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും 20-ലധികം വാഹനങ്ങൾ തകർത്തെന്നും പോലീസ്. വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന് ജന്തർ മന്ദിറിൽ സമരം തുടരുന്ന പാർട്ടികൾ അറിയിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. പാർട്ടികൾ ചില്ലറക്കാരല്ല എന്ന് ഇന്നലെ കേന്ദ്രത്തിന് മനസ്സിലായി കാണും. അത്ര കണ്ടൊരു സമരത്തിനാണ് രാജ്യ തലസ്ഥാനം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഇന്നും വീണ്ടും അവർ സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ഒടുവിൽ കേന്ദ്രവും അറിയിച്ചിരിക്കുകയാണ്, അല്ലേ? ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ വൻ സംഘർഷമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. ആദ്യം ജന്തർ മന്ദിറിനുള്ളിൽ സമാധാനപരമായിട്ടായിരുന്നു പാർട്ടികളുടെ സമരമെങ്കിൽ പോലും ജന്തർ മന്ദിറിലെ ബാരിക്കേഡ് കടന്നുകൊണ്ട് പാർലമെന്റിന് മുൻപിലേക്ക് കർത്തവ്യ പഥിലേക്ക് എത്താൻ പാർട്ടികൾക്ക് സാധിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് സമരത്തെ അതിശക്തമായി തന്നെ നേരിട്ടത്. ഈ സമരക്കാർക്ക് നേരെ ലാത്തിചാർജും കണ്ണീർവാതവും പ്രയോഗിച്ചു. തിരിച്ച് സമരക്കാർ കുപ്പിയും കല്ലും കൊണ്ടായിരുന്നു പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും എല്ലാം തന്നെ നേരിട്ടത്. വലിയ സംഘർഷം രാജ്യതലസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഡൽഹി പോലീസും സുരക്ഷാ സേനയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ നിലവിൽ നോക്കിക്കാണുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി തന്നെ യോഗം ചേർന്ന് ഈ സമരത്തെ ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ നേരിടണം എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ രാത്രി തന്നെ നടന്നിട്ടുണ്ട്. ഒപ്പം ജന്തർ മന്ദിറിലേക്ക്, പിന്നീട് ഈ ഒരു പാർലമെന്റിന്റെ അവിടെ നിന്ന് സമരക്കാരെ നേരിട്ട ശേഷം ജന്തർ മന്ദിറിലേക്ക് എത്തിയിട്ടുള്ള പോലീസ് അവിടെ സമരവേദി പൂർണ്ണമായും പൊളിച്ചു നീക്കിയിരുന്നു. ആ സമരവേദിയിലേക്ക് ഇപ്പോൾ
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തിരിച്ചെത്തിയിരിക്കുകയാണ്. വീണ്ടും പാർലമെന്റ് മാർച്ച് നടത്തുമെന്ന ആഹ്വാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയിട്ടുള്ളത്. അവിടെ പൊളിച്ച സമരപ്പന്തൽ വീണ്ടും കെട്ടിക്കൊണ്ട് സമരം തുടരുകയാണ്. ഇന്നലെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. അതിൽ 3 ആവശ്യങ്ങളാണ് മുൻപോട്ട് വെച്ചത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, കൂടാതെ സോനം വാങ്ചുക്കിനെ അടിയന്തരമായി മോചിപ്പിക്കുക, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക. ഈ 3 ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ ആ ചർച്ചയ്ക്ക് ശേഷം ആദ്യം സമരം പിൻവലിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അർദ്ധരാത്രിയോടുകൂടി ആ സമരം വീണ്ടും ജന്തർ മന്ദിറിൽ ആരംഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുന്നു. പോലീസ് അതിശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജന്തർ മന്ദിറിന് ചുറ്റുമൊരുക്കിയിട്ടുള്ളത്. ഇന്നലെ നടന്നതിന് സമാനമായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് വ്യക്തമാക്കുന്നത് 118 ഉദ്യോഗസ്ഥർ, അതിൽ IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ 20-ലധികം വാഹനങ്ങൾ സമരക്കാർ അടിച്ചു തകർത്തു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് സമരക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ 70 സമരക്കാരെയാണ് ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഐശ്വര്യ. ശരി ജിഷ്ണു, എന്തായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇനി അടുത്ത മാർച്ചിനെ, ഇന്ന് നടക്കുന്ന മാർച്ചിനെ എങ്ങനെ നേരിടണം എന്ന ചർച്ചകളുമായി ഇപ്പോൾ ഡൽഹി പോലീസും സജീവമാണ്. കൂടെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എല്ലാവിധ സപ്പോർട്ടുമായി അവിടെ SFI എന്ന പാർട്ടിയും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ജിഷ്ണു, മറ്റൊന്ന്, വർഷകാല സമ്മേളനത്തിന്റെ 2ാം ദിനവും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. ഈ അയോധ്യ സംഭാവന ക്രമക്കേട് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം വന്ദേ മാതരത്തെ അപമാനിക്കുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇന്നലെയും സഭ പ്രക്ഷുബ്ധമായിരുന്നു. അപ്പോൾ ഇന്നും ഇതിനൊന്നും ഒരു മാറ്റം വരില്ല, അല്ലേ? ഐശ്വര്യ, ഈ വർഷകാല സമ്മേളനം മുഴുവൻ ഇത്തരത്തിൽ പ്രക്ഷുബ്ധമായേക്കും എന്ന സൂചന തന്നെയാണ് ആദ്യ ദിനം തന്നെ നൽകിയത്. 1 മിനിറ്റ് പോലും സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ബഹളം, പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട്, അതിൽ അയോധ്യ സംഭാവന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച, കൂടാതെ വിലക്കയറ്റം, ജന്തർ മന്ദിറിലെ സമരം, ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് ഈ വിവിധ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. നിരവധി തവണ പ്രതിപക്ഷത്തെ നിയന്ത്രിക്കാൻ സ്പീക്കറും രാജ്യസഭയിൽ ചെയർമാനും ശ്രമിച്ചുവെങ്കിൽ പോലും അതിന് വഴങ്ങാതെ ഈ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്ലക്കാർഡുകളുമായാണ് നടുത്തളത്തിലേക്ക് പ്രതിപക്ഷം ഇറങ്ങിയത്. അതുകൊണ്ട് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ പൂർണ്ണമായും മുങ്ങിയിരുന്നു. അതിന് സമാനമായി 2ാം ദിനവും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള കൂടിയാലോചനകൾ പ്രതിപക്ഷ മുന്നണി നേതാക്കൾക്കിടയിൽ നടത്തിയിട്ടുണ്ട്. അയോധ്യ സംഭാവന ക്രമക്കേട് അടിയന്തരമായി ചർച്ച ചെയ്യണം, അതിന്റെ വിഷയം പാർലമെന്റിലൂടെ ജനങ്ങളെ അറിയിക്കണം, ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ സർക്കാർ നിലപാടാകട്ടെ ക്രിയാത്മകമായ ചർച്ചകൾ പാർലമെന്റിനകത്ത് നടത്തണം. നിലവിൽ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങൾ, അയോധ്യ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചട്ടപ്രകാരം സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് പൂർണ്ണമായും പ്രതിപക്ഷത്തിന് വഴങ്ങിക്കൊണ്ട് ഈ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഒപ്പം വരും ദിവസങ്ങളിലും ഈ പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. അതിനിടയിൽ ഇന്ന് വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ ബില്ല് ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പോലും, അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പോലും അത് അവതരിപ്പിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്നും ലോക്സഭയിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുള്ള അവസരം സഭയ്ക്കകത്തുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ഈ വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്നതുൾപ്പെടെ 7 നിർണായക ബില്ലുകളാണ് സർക്കാർ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അതിൽ FCRA വിദേശ ഫണ്ടിന്റെ അതിൽ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന FCRA നിയമ ഭേദഗതി, കൂടാതെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ഉൾപ്പെടെ നിർണായകമായ 7 ബില്ലുകളാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒപ്പം ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അന്തിമ രൂപത്തിലാണ് എങ്കിൽ പോലും അത് ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഐശ്വര്യ. അതെ ജിഷ്ണു, എന്തായാലും ഇന്നലെ പാർലമെന്റിനകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നും അതുതന്നെ ആവർത്തിക്കാനാണ് സാധ്യത. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് മുന്നിൽ എത്തിയേക്കും. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അജിത് കുമാറിനെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യും.
DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയും ഇന്ന് ചേർന്നേക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, ഗുഡ് മോർണിംഗ്. എന്തായാലും DGPക്ക് ഇന്ന് ADGP ഒരു വിശദീകരണം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിശദീകരണത്തിന് ശേഷം എത്രയും പെട്ടെന്ന് DGP ഈ ഒരു റിപ്പോർട്ട് കൈമാറുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയൊക്കെ നടക്കുകയാണ്. ADGP MR അജിത് കുമാറിന് അപ്പോൾ ഇന്ന് നിർണായകമാണ് ഈ ദിവസം, അല്ലേ? ഗുഡ് മോർണിംഗ് ഐശ്വര്യ. അത് തന്നെയാണ് ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം തന്നെയാണ് ഇന്ന്. കാരണം ഇന്ന് തന്നെ അദ്ദേഹം വിശദീകരണം നൽകണം. വിശദീകരണത്തിന് നോട്ടീസ് നൽകിയിട്ട് അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഇതുവരെയും MR അജിത് കുമാർ ഒരു വിശദീകരണത്തിന് മറുപടി അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. അപ്പോൾ DGP ഇന്നിപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് തന്നെ മറുപടി നൽകണമെന്നൊരു അന്ത്യശാസന രൂപത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇനി ചേരേണ്ടതുണ്ട്. 31-നാണ് നമുക്കറിയാം DGP വിരമിക്കുന്നത്. അതായത് DGP ആയിരിക്കും നിതിൻ അഗർവാൾ വിരമിക്കുന്നത്. ഫയർഫോഴ്സ് മേധാവിയാണ് അദ്ദേഹം. വിരമിക്കുമ്പോഴാണ് ആ പദവിയിലേക്കാണ്, ആ ഒഴിവിലേക്കാണ് മറ്റൊരു DGPയെ ശുപാർശ ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ MR അജിത് കുമാർ തന്നെയാണ് ആ പട്ടികയിലുള്ളത്. അപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഉദ്യോഗസ്ഥരുടെ പേര്, യോഗ്യതകളും അവരുടെ റെക്കോർഡ്സും ഒക്കെ തന്നെയും ശേഖരിച്ചു കഴിഞ്ഞു. വിജിലൻസ് ഉൾപ്പെടെ സംസ്ഥാന പോലീസ് മേധാവി ഈ പട്ടികയിലുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാ രേഖകളും ലിസ്റ്റ് ഉൾപ്പെടെയുള്ള അവരുടെ സർവീസ് പശ്ചാത്തലം ഒക്കെ തന്നെയും നൽകിക്കഴിഞ്ഞു. അപ്പോൾ MR അജിത് കുമാറിന് മുന്നിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പ്രതിക്കൂട്ടിലാണ്, പ്രതി ചേർത്തപ്പെട്ട് തന്നെയാണ് SIT റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ADGP ഉറപ്പായും ADGP വിശദീകരണം നൽകണം. വിശദീകരണം നൽകിയതിനു ശേഷം മാത്രമേ ആ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ വിശദീകരണം ഇന്ന് നൽകുക, അതനുസരിച്ച് ഇന്ന് തന്നെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന ആഭ്യന്തര വകുപ്പിൽ നിന്ന്. മാത്രമല്ല ഇന്ന് അദ്ദേഹം വിശദീകരണം നൽകുകയാണെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നു. ആ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും വിശദീകരണവും തമ്മിൽ ബന്ധമില്ല എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധമില്ല എങ്കിലും ഈ റിപ്പോർട്ട് സർക്കാർ ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്തിയിരിക്കണം. അതായത് DGP ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടോ അല്ലാതെയോ ഇപ്പോൾ SIT നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വകുപ്പ് തല നടപടി ഉണ്ടാകണം. മാത്രമല്ല അദ്ദേഹം ഗുരുതരമായ കുറ്റകൃത്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം തന്നെയാണ് ആ കേസ് അട്ടിമറിക്കാനായി ഉന്നതതലത്തിൽ നിന്ന് ഇടപെടലുകൾ നടത്തി ഉദ്ദേശിച്ച് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം അത് 2 തവണ മടക്കി അയച്ചു. ഒരു തവണ അന്വേഷണ റിപ്പോർട്ട് മടക്കി അയച്ച് അതിവേഗത്തിൽ തന്നെ SIT പിന്നെയും പുനരന്വേഷണ റിപ്പോർട്ട്, പുതിയൊരു റിപ്പോർട്ട് നൽകുകയുമൊക്കെ ചെയ്തു. അങ്ങനെ അതിവേഗത്തിൽ SITയുടെ ഭാഗത്ത് നീക്കം നടക്കുന്നു. എന്നാൽ പോലീസ് മേധാവി ഇത് എന്തുകൊണ്ട് വൈകിപ്പിക്കുന്ന ഒരു ആക്ഷേപം നേരിട്ടു. അതിനുശേഷം പോലീസ് മേധാവി അദ്ദേഹത്തോട് വിശദീകരണം തേടി. എന്നാൽ വിശദീകരണത്തിന് MR അജിത് കുമാർ മറുപടി നൽകാൻ വൈകുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്ഷേപമാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും ഒക്കെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകുമ്പോൾ ഇന്ന് തന്നെ അത് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP കൈമാറും. ആ റിപ്പോർട്ട് മറുപടി നൽകിയാൽ ഒട്ടും അമാദിക്കാതെ റിപ്പോർട്ട് നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടോ അല്ലാതെയോ ആ റിപ്പോർട്ട് കൈമാറും. അതിനുശേഷം സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നത് ഏറ്റവും നിർണായകം തന്നെയാണ്, പ്രത്യേകിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെ. അതെ അൺഫിൽഡ്, ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെ MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് എന്തായാലും MR അജിത് കുമാറിനെതിരെ ഒരു നടപടിക്ക് കടക്കുമോ സർക്കാർ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മാസപ്പടി കേസിലെ പരിശോധനയ്ക്കിടെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യഹർജിയിൽ ഇന്ന് വിധി പറയും. 9 പ്രതികളുടെയും ജാമ്യഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. പ്രതികൾ സഹകരിക്കാത്തതിനാലാണ് അന്വേഷണം മന്ദഗതിയിലായതെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ വാദിച്ചു. ED പരിശോധന ജുഡീഷ്യൽ അധികാര പരിധിയുടെ ഭാഗമാണെന്നും അതിനെയാണ് പ്രതികൾ തടഞ്ഞതെന്നും ED അഭിഭാഷകൻ വാദിച്ചു. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്ന് ED കോടതിയെ ധരിപ്പിച്ചു. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S നസീറയാണ് ഹർജി പരിഗണിക്കുന്നത്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട് തികയുകയാണ്. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിന്റെയും സമരവീര്യത്തിന്റെയും ആലുവമായി ജനം നെഞ്ചിലേറ്റിയ 2 അക്ഷരം. പാർട്ടിക്ക് പിഴച്ചുപോയപ്പോഴൊക്കെ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം തന്നെയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPM എങ്ങനെയാകണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. കമ്മ്യൂണിസത്തിന്റെ ക്ലാസിക്കൽ കാലത്തിന് ശേഷവും പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ച് നടന്നു നീങ്ങിയ VS എന്ന ഒറ്റയാൻ
എന്നും കേരള രാഷ്ട്രീയത്തിലെ വിസ്മയമായിരുന്നു. സമര തീച്ചൂളയിലെ കനൽ വഴികളിലൂടെ ഈ മനുഷ്യൻ നടന്നു നീങ്ങിയത് ഒരു നൂറ്റാണ്ട് കാലം. പ്രകൃതിക്കും പരിസ്ഥിതിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി അവസാന ശ്വാസം വരെയും പൊരുതിയ നേതാവ്. അധ്വാനത്തിന്റെ കറകളഞ്ഞ പാരമ്പര്യമുള്ള പോരാളി. ഒരു ഘട്ടത്തിൽ പോലും പതറിയില്ല. ഒരു ജനസാഗരത്തെ ആകർഷിക്കാനും സാധാരണക്കാരനുമായി സംവദിക്കാനുമുള്ള കഴിവ് അയാളെ ജനനായകനാക്കി മാറ്റി. തലവരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലവരക്കാത്തതല്ല എന്റെ യുവത്വം. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. ആജ്ഞാശക്തിയിലും ഭീഷണിയുടെ സ്വരത്തിലുമല്ലാതെയും നേതാവാകാൻ കഴിയുമെന്ന് തെളിയിച്ചു. പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം CPM എങ്ങനെയാകണമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകലുന്നു എന്നല്ല, പാർട്ടി ജനങ്ങളിൽ നിന്നകലുന്നു എന്ന് പണ്ടേ കാട്ടിക്കൊടുത്ത നേതാവ്. അപ്പോഴും അവർ അച്ചടക്കത്തിന്റെ മൂക്കുകയറിട്ട് ആ തീക്കനലിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പിന്നെ അവർ തോറ്റു തുന്നം പാടി മാറി നിന്നു. എന്നിട്ടും പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയെന്ന് മുദ്രകുത്തി പടനായകനെ പടിയിറക്കാൻ ശ്രമിച്ചു. ഏതാനും പേർ തീരുമാനിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ ശരികളായി മാറുമ്പോൾ അതിനെ തിരുത്താനുള്ള ചങ്കുറപ്പ് പാർട്ടിയിൽ ഇന്നോളം പിന്നെ കണ്ടതുമില്ല. 10 വർഷത്തെ തുടർഭരണത്തിനൊടുവിൽ പ്രസ്ഥാനം എന്ത് നേടിയെന്ന് നട്ടെല്ലുയർത്തി ചോദിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. VS ആയിരുന്നു ശരിയെന്ന് കാട്ടിക്കൊടുക്കാൻ ജനമന്ന് തെരുവിലിറങ്ങിയപ്പോൾ തോറ്റുപോയ പ്രസ്ഥാനം പിന്നെയും തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തിരുത്താൻ തയ്യാറാകാത്ത പാർട്ടിയെ ഒടുവിൽ ജനം ഒറ്റ മനസ്സോടെ മുന്നിട്ടിറങ്ങി തിരുത്തിച്ചു. ചെങ്കോട്ടകൾ നെടുകെ പിളർന്ന കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി തല ഉയർത്താനാകാതെ നിൽക്കുന്നു. പാർട്ടിയെ നയിക്കാനും പ്രതിപക്ഷ നേതാവാകാനും യോഗ്യതയില്ലെന്ന് കാട്ടി നേതൃത്വത്തിന് നേരെ അണികൾ കല്ലെറിയുമ്പോൾ പ്രസ്ഥാനം ഇപ്പോഴും തിരയുന്നത് ഏത് തരംഗത്തിലും ഉലയാതെ മുന്നിൽ നിന്ന് നയിച്ച VS എന്ന തിരുത്തൽ ശക്തിയെയാണ്. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്. അജയ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അജയ്നാഥിൻ്റെ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് VS എന്ന ആ ഒരു 2 അക്ഷരത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇതെന്തായാലും അവിടെ പൊതുസമ്മേളനമുണ്ട്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? എന്താണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. അനശ്വരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഓർമ്മകൾക്ക് ഇന്നൊരാണ്ട് തികയുകയാണ്. VS എന്ന 2 അക്ഷരം തന്നെ മതി അദ്ദേഹത്തെ അടയാളപ്പെടുത്തുവാൻ. അത്ര കണ്ട ഈ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ച നേതാവ് കൂടിയാണ്. പുന്നപ്ര വയലാർ സമരഭൂമിയിൽ അതിൻ്റെ നേതൃത്വമായി നിന്ന VS എന്ന അനശ്വരനായ കമ്മ്യൂണിസ്റ്റിനെ ഇന്ന് ഓർമ്മദിനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ അനുസ്മരണ ദിനമായിരുന്നു. അനുസ്മരണ സമ്മേളനത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. വലിയ ചുടുകാട്ടിൽ ഈ ഒരുപാട് ചരിത്രമുറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപമെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. പൊതുസമ്മേളനത്തിൻ്റെ വേദികളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും. അതിനുശേഷം 9 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനം, അനുസ്മരണ സമ്മേളനം, അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. പൊതുസമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആ സമ്മേളനത്തിലും പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ഈ CBSൻ്റെ ഓർമ്മകൾ എല്ലാവരും അനുസ്മരിക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. രാവിലെ മുതൽ കണ്ണൂരിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമായി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. VSൻ്റെ മരണശേഷവും VSൻ്റെ ശവകുടീരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ദിനം പ്രതി എത്തുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിലുള്ള കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള പ്രവർത്തകർ VSൻ്റെ ഓർമ്മകൾ പുതുക്കാൻ, ആ സമര കാലഘട്ടത്തിൻ്റെ അനുസ്മരണം പുതുക്കുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വീട്ടിൽ VSൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. മകൻ അരുൺകുമാർ, ഭാര്യ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ അർദ്ധകായ പ്രതിമ VSൻ്റെ വീട്ടിൽ സ്ഥാപിക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ പ്രതികരണത്തിലേക്കെല്ലാം പോകാം. ചേട്ടാ, എവിടെ നിന്നാണ്? ഞങ്ങൾ കാസർഗോഡ് ജില്ല കയ്യൂരുന്നു. എപ്പോഴത്തേനാണ് ഇവിടെ എത്തി? ഞങ്ങൾ ഇന്ന് പുലച്ചക്ക് 4 മണിക്ക് എത്തി. VSൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? VSൻ്റെ ഒരു സങ്കടം പിടിച്ചൊരു ഓർമ്മ തന്നെയാണ്. അദ്ദേഹമില്ലാതെ നഷ്ടം ഞങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടുമാറാതൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ
വിയോഗം. എവിടെ നിന്ന് കേട്ടത്? കാസർഗോഡില്ല, കയ്യൂരുന്നായിരുന്നു. എങ്ങനെയായിരുന്നു VS-ൻ്റെ ആ ഒരു സമരകാലം? നമ്മുടെ പാർട്ടിക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഇന്ന് 3 മണിക്കാകുമ്പോൾ ഇവിടെ എത്തിയതാണ്. നേരത്തെ പൊതുസമ്മേളനം കഴിഞ്ഞിട്ടാണ് പോകത്തുള്ളൂ? അല്ല, അതിന് കുറച്ച് മുമ്പേ പോകും. അതാണ് നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ശരി അജയ്, ഇടപെടുകയാണ് ഞാൻ. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ VS-നെ കാണാനായി ഇപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ആ ഒരു ഓർമ്മ പാർട്ടിക്കും ജനങ്ങൾക്കും എത്രത്തോളം ആ ഒരു വ്യക്തി വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു അവിടെ നിന്നുള്ളവരുടെയൊക്കെ വാക്കുകൾ. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലെത്തി. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്കായി വിവിധ കേന്ദ്രമന്ത്രിമാരെ കാണുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്കും അദ്ദേഹം സമയം തേടിയിട്ടുണ്ട്. KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഡൽഹിയിൽ VD സതീശൻ നടത്തും. AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സതീശൻ KPCC പുനഃസംഘടനയിൽ തന്റെ അഭിപ്രായം അറിയിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി വീണ്ടും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഡൽഹിയിൽ. അതിനോടൊപ്പം തന്നെ ഈ KSU മുഖ്യമന്ത്രി തർക്കമെല്ലാം ഇന്ന് നടക്കുന്ന ആ ഒരു AICC മീറ്റിംഗിൽ ചർച്ചയാകില്ലേ? ഐശ്വര്യ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ കേരള ഹൗസിൽ എത്തിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത് പ്രകാരം കേന്ദ്രമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പാർലമെന്റ് നടക്കുന്നതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിക്കൊണ്ട് കേന്ദ്രമന്ത്രിമാരെ കാണും. ഒപ്പം ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും നിലവിൽ കേരളത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടും AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ VD സതീശൻ അഭിപ്രായം അറിയിക്കുകയും നിലപാട് പറയുകയും ചെയ്യും. ഏറ്റവും പ്രധാനം KPCC പുനഃസംഘടന തന്നെയാണ്. സണ്ണി ജോസഫ് മന്ത്രിയായതോടുകൂടി KPCCയെ നയിക്കുന്നതിൽ ആളില്ല എന്നതും അപ്പം KPCC അധ്യക്ഷന്റെ തീരുമാനിക്കുന്നതിൽ വേഗത്തിലാക്കണമെന്നുള്ള നിലപാടുകൾ ചില മുതിർന്ന നേതാക്കൾ AICC നേതൃത്വത്തിൽ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പുനഃസംഘടന വേഗത്തിലാക്കാനും KPCCയുടെ അധ്യക്ഷനെ വേഗത്തിൽ തീരുമാനിക്കാനുമുള്ള ചർച്ചകൾ നടക്കുന്നത്. നിലവിൽ MP-മാരായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ കൂടാതെ മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള സ്ഥിതി പ്രകാരം സംസ്ഥാന നേതൃത്വം ഒരു പേര് AICC നേതൃത്വത്തിന് നൽകുകയാണെങ്കിൽ മറ്റ് കൂടുതൽ ചർച്ചകളൊന്നും തന്നെ ഉണ്ടാകില്ല. AICC നേതൃത്വം അത് അംഗീകരിക്കും. പക്ഷേ അതിന് യാതൊരു തരത്തിലുമുള്ള സാധ്യത നമുക്ക് കാണാനാകില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് സമാനമായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ വിശദമായ ചർച്ച നടത്തിയാകും KPCC അധ്യക്ഷനെ തീരുമാനിക്കുക. ആ വിഷയത്തിൽ തന്റെ നിലപാടും ഒപ്പം അഭിപ്രായവും VD സതീശൻ AICC നേതൃത്വത്തെ അറിയിക്കും. മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവരുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദവും അഭിപ്രായ വ്യത്യാസവും അത് സംബന്ധിച്ചുമുള്ള അഭിപ്രായവും VD സതീശൻ AICC നേതൃത്വത്തെ അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഐശ്വര്യ. ശരി ജിഷ്ണു, എന്തായാലും ക്രിയാത്മകമായ ചർച്ചകളൊക്കെ നടക്കട്ടെ, മാറ്റങ്ങൾ വരട്ടെ. എന്തായാലും പശ്ചിമേഷ്യയിലെ ഒരു സാഹചര്യങ്ങളെല്ലാം സങ്കീർണം തന്നെയാണ്. ഈ തുടർച്ചയായ 10ാം ദിവസവും ഇറാനിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. സിറിക് ബന്ദർ അബ്ബാസ്, കൊണാർക്ക്, ചബഹാർ, ഖ്വഷം ദ്വീപുകളിലടക്കം വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ US ബേസുകൾ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടി നൽകിയെന്ന് IRGC അവകാശപ്പെട്ടു. കുവൈറ്റിലെ മിസൈൽ സിസ്റ്റവും ഒമാൻ തീരത്ത് ടാങ്കറും ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ തീപിടിച്ച 2 എണ്ണ ടാങ്കറുകൾ ഇപ്പോഴും കത്തുകയാണ്. അതേസമയം കൊല്ലപ്പെട്ട US സൈനികരുടെ ജീവന് ഇറാൻ 10 മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണവുമായി ശ്വേത മേനോൻ. തന്റെ യുദ്ധം ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതർക്കെതിരെയാണ്. താൻ ഉള്ളിടത്തോളം ആരോപണം നേരിടുന്നവർ അമ്മയുടെ തലപ്പത്ത് വരില്ല. കുറ്റാരോപിതർ സംഘടനയിലെ ചിലരെ മുൻനിർത്തി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നും ശ്വേത പോസ്റ്റിൽ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്വേത രാവിലെ തന്നെ ഒരു ശീതയുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, അല്ലെ? മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പോസ്റ്റിൽ പറയുന്നത്?
ഐശ്വര്യ, ഈ സിനിമാ സംഘടനയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ചിലർ, പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റിയിലെ കുറ്റാരോപിതരായിട്ടുള്ള അംഗങ്ങൾ തന്നെയാണ് ശ്വേതാ മേനോനെതിരായിട്ടുള്ള പടയൊരുക്കത്തിന് പിന്നിൽ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേത ഇപ്പോൾ ആരോപിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പോസ്റ്റിലാണ് ഇവർ ഈ ഇത്തരത്തിലുള്ളൊരു ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്കെതിരായിട്ടുള്ള നീക്കത്തിന് പിന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റാരോപിതരാണ്. ഇവരെ ഒരു കാരണവശാലും താനുള്ള കാലഘട്ടത്തിൽ ഒരു കാരണവശാലും ഇവരെ സംഘടനയുടെ തലപ്പത്തേക്ക് വരാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്വേത വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ശ്വേതക്കെതിരായിട്ടുള്ള ശ്വേതക്കെതിരായിട്ട് ഉയർന്നിരുന്ന ആരോപണങ്ങളിലുള്ള ഒരു വിശദീകരണം കൂടി ശ്വേത ഈ സമയത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ BJPക്ക് സ്ഥാനാർത്ഥികളെ ലഭിക്കുന്നതിന് വേണ്ടി ശ്വേത പണം വാങ്ങി എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ കൂടി ഒരു വിശദീകരണം ശ്വേത നൽകുകയാണ്. പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായിട്ട് താൻ എന്തിന് ശ്രമിക്കേണ്ടി വരുന്നു, താൻ അത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടില്ല, താൻ ശ്രമിച്ചു എന്ന് ഉള്ള ഒരു ആരോപണം, അതിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവരുടെ പോസ്റ്റിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോഴുള്ള ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ഈ ഇത്തരത്തിൽ നേരത്തെ തന്നെയുള്ള ഈ കുറ്റാരോപിതരായിട്ടുള്ള, അതായത് ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഇവർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ശ്വേതാ മേനോൻ ഉന്നയിക്കുന്നത്. കൂടാതെ തന്നെ ഇവരെ തിരികെ വരാനായിട്ട് അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ അഴിമതി ആരോപണങ്ങൾ, ഈ സംഘടനയിലെ അഴിമതി ആരോപണങ്ങൾ താൻ നേരത്തെ ഉന്നയിച്ചിരുന്നതാണ്. ഈ ആരോപണങ്ങൾ പിന്നീട് രമേശ് പിഷാരടി അടക്കമുള്ള ആളുകളും അംഗീകരിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും ചർച്ച നടത്താതെ തൻ്റെ രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ചർച്ച പോകുന്നത് എന്ന് തന്നെയാണ് ശ്വേതാ മേനോൻ പറഞ്ഞു വെക്കുന്നത്. ഈ സംഘടനയിൽ പല പാർട്ടിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ കലാകാരന്മാരെ ആളുകൾ അംഗീകരിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല. ഇത്തരത്തിൽ കലാകാരന്മാരുടെ ഇടയിൽ രാഷ്ട്രീയവും മതവുമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭജനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ശ്വേത ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു വിഭജനത്തിന് വേണ്ടി ശ്രമിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഏതായാലും പ്രധാനമായിട്ടും ഇവരുടെ പോസ്റ്റിൽ ഉണ്ട്. ഐശ്വര്യ, ശരി, വ്യക്തമാണ് കിരൺ. മറ്റൊരു കാര്യം, ഓൺലൈൻ ടാക്സി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. കമ്പനികൾ കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് അവർ സമരം ചെയ്യുന്നത്. അതായത് 1000 രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൽ 500 രൂപ കമ്മീഷനായി കൊടുക്കേണ്ടി വരുമെന്നാണ് ഈ ഡ്രൈവർമാരൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവരുടെ സമരത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്തൊക്കെയാണ്? ഐശ്വര്യ, ഏതായാലും യൂബർ, ഒലെ, റാപ്പിഡോ, ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഈ കേരള സഫാരി അടക്കമുള്ള ഓൺലൈൻ ടാക്സി സർവീസുകളാണ് ഇന്നു മുതൽ അനിശ്ചിതകാലത്തിലേക്ക് സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഈ സമര പ്രഖ്യാപനം നടത്തിയിരുന്നതാണ്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്നുള്ളത് ഈ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ ഈ കമ്മീഷൻ ലഭിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു തുകയാണ് ഈ സ്ഥാപനങ്ങൾ കമ്മീഷനായിട്ട് ഈടാക്കുന്നത്. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപ ഇത്തരത്തിൽ കമ്മീഷനായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രവുമല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ധനത്തിൻ്റെ വില വർധനവടക്കം ഉള്ളൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ തന്നെ വാഹനം ഡ്രൈവർമാരെല്ലാം തന്നെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ഈ ഒരു കമ്മീഷൻ, അത് വലിയൊരു തുക തന്നെ കമ്മീഷനായി ഈടാക്കുന്നതിനെതിരെയാണ് ഏതായാലും പ്രതിഷേധവുമായിട്ട് ഡ്രൈവർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സൂചനാ പണിമുടക്കുകളൊക്കെ കഴിഞ്ഞ തവണയൊക്കെ നടന്നിരുന്നതാണ്. എന്നാൽ പിന്നീട് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്പനികൾ ഇടപെടാനോ ഇതിലൊരു പരിഹാരം കണ്ടെത്താനോ ശ്രമിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അനിശ്ചിതകാല സമരം എന്ന രീതിയിലേക്ക് ഡ്രൈവർമാർ നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഡ്രൈവർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഐശ്വര്യ, ഇപ്പോൾ സാധാരണക്കാരൊക്കെയും ആശ്രയിക്കുന്നത് ഈ ഓൺലൈൻ ടാക്സി സർവീസുകളെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വേദന ഈ ഒരു കമ്പനികൾ കാണണം. അത്ര കൊള്ളയായ ഒരു കമ്മീഷൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇന്ധന വില വർധനവിൻ്റെ സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് അതൊക്കെ അതിജീവിക്കുക? എന്തായാലും അവരുടെ വേദന കാണണം, വേതനം കൂട്ടിയേ മതിയാകൂ.
മറ്റു വാർത്തയിലേക്ക് പോകാം. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ച ചെയ്യും. രാവിലെ 11-ന് നഗരസഭാ കൗൺസിൽ ഹാളിലാണ് ചർച്ച. അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിച്ച് കോൺഗ്രസ് കൗൺസിലർമാർക്ക് പാർട്ടി വിപ്പ് നൽകിയിട്ടുണ്ട്. ചെയർപേഴ്സന്റെയും സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാടുകളിൽ കടുത്ത എതിർപ്പുള്ള കോൺഗ്രസ് കൗൺസിലർമാർ വിപ്പ് അംഗീകരിച്ച് വിട്ടുനിൽക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. അവിശ്വാസ പ്രമേയം വിജയിക്കുമെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പക്ഷേ പാലയിൽ അത്ര നല്ല സാഹചര്യമല്ല. അവിടെ എന്ത് നാടകീയമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. ക്ലൈമാക്സിൽ എന്താകും? ദിയ ഇറങ്ങേണ്ടി വരുമോ? തീർച്ചയായും ഐശ്വര്യ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണാണ് പാലാ നഗരസഭയിൽ ഇപ്പോഴുള്ള ദിയ ബിനു പുളിക്കക്കണ്ടം. ഇവർ ഇന്ന് പുറത്താകുമോ ഇല്ലയോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾക്കെല്ലാം, കൗൺസിലർമാർക്കെല്ലാം വിപ്പ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിന് 6 കൗൺസിലർമാരാണ് പാലാ നഗരസഭയിലുള്ളത്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 3 പേരും, സ്വതന്ത്ര കൂട്ടായ്മയിൽ 3 പേരും, ഒരു സ്വതന്ത്രനും മാണി കാപ്പൻ്റെ KDP-യിലെ ഒരംഗവും, അങ്ങനെ 14 പേരാണ് ആകെ ഇപ്പോൾ ഭരണമുന്നണിയിലുള്ളത്. പ്രതിപക്ഷത്തിനാകട്ടെ ആകെ LDF-ന് ആകെ 12 പേരാണ് ഉള്ളത്. ഏതായാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ ഭരണപക്ഷത്തു നിന്നും ആരുടെയെങ്കിലും ഒക്കെ പിന്തുണ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും LDF-നുണ്ട്. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ വലിയ വിവാദമായി മാറിയിരുന്ന ചില തർക്കങ്ങൾ പാലയിൽ നടന്നിരുന്നു. അത് പാലാ കൊട്ടാരമരത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടും അതിന് പിന്നാലെ DYFIയുടെ ജില്ലാ സമ്മേളനത്തിന് പാലാ കൊട്ടാരമരം ബസ് സ്റ്റാൻഡിൽ വേദി അനുവദിക്കുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ്. ഇതിൻ്റെ പേരിൽ ഭരണപക്ഷത്തെ തന്നെ, അതായത് കോൺഗ്രസിലെ കൗൺസിലർ ബിജു മാത്യൂസും അതേപോലെ സ്വതന്ത്ര കൂട്ടായ്മയിലെ കൗൺസിലറായ ബിനു പുളിക്കക്കണ്ടവും തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടാവുകയും അത് കയ്യേറ്റത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും പരാതികൾ നൽകുകയും അതേ തുടർന്ന് ചെയർപേഴ്സൻ്റെ ക്യാബിനിൽ നിന്ന് വാച്ചും ഫയലും ഒക്കെ മോഷണം പോയെന്ന് പരാതികൾ ഉയരുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് വലിയ വിവാദങ്ങൾ പാലായിൽ ഉണ്ടായത്. അതേ തുടർന്ന് ഉള്ള ചില കേസുകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ചെയർപേഴ്സണെയും സ്വതന്ത്ര കൂട്ടായ്മയിലെ അംഗമാണ് ചെയർപേഴ്സൺ. ഈ ചെയർപേഴ്സണെയും സ്വതന്ത്ര കൂട്ടായ്മയും അംഗീകരിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെ പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് LDF അവിശ്വാസ പ്രമേയമായി രംഗത്തെത്തുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന്, അല്ലെങ്കിൽ തങ്ങൾ ഓൾറെഡി മുൻകൂട്ടി തന്നെ ഈ ചെയർപേഴ്സണുള്ള പിന്തുണ പിൻവലിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ വിട്ടുനിൽക്കാൻ പാർട്ടി കോൺഗ്രസ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് അവർ അംഗീകരിക്കുമോ എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അവർ വിട്ടുനിന്ന് കഴിഞ്ഞാൽ അവിശ്വാസം പാസ്സാകില്ല. കോറം തികയാതെ UDF പൂർണ്ണമായും വിട്ടുനിന്ന് കഴിഞ്ഞാൽ കോറം തികയാതെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ പാലായിൽ എന്തായി തീരുമെന്ന് അറിയാൻ കഴിയും. പാലായ്ക്ക് ഇന്നൊരു ശുഭദിനം തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. ഐശ്വര്യ. ശരി, പ്രശാന്ത് ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ഡ്രൈവായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ജൂൺ മുതൽ ജൂലൈ 18 വരെ രജിസ്റ്റർ ചെയ്തത് 804 കേസുകൾ. MDMA മുതൽ ബ്രൗൺ ഷുഗർ വിൽപ്പന വരെയുള്ള കേസുകളിലായി ദിനംപ്രതി 57 പ്രതികൾ വരെ ജില്ലയിൽ പിടിയിലായിട്ടുണ്ട്. ജൂൺ മാസം മുതൽ തൂഫാൻ പദ്ധതി വഴി ഡെൻസാഫും പോലീസും തൂക്കിയത് 828 പേരെയാണ്. ജൂൺ 1 മുതൽ ജൂലൈ 18 വരെ കോഴിക്കോട് ജില്ലയിൽ മാത്രം 804 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു ദിവസം 56 കേസുകളും 57-ലധികം പ്രതികൾ വരെ പിടിയിലായിട്ടുണ്ട്. MDMA, കഞ്ചാവ് ചെടികൾ, ബ്രൗൺ ഷുഗർ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് ഈ കാലയളവിൽ പിടികൂടിയത്. ജൂലൈ 18 വരെയുള്ള കണക്ക് പ്രകാരം 573 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. 17 കിലോയിലധികം കഞ്ചാവും 27.91 ഗ്രാം ബ്രൗൺ ഷുഗർ, 4 ഗഞ്ചാ പ്ലാന്റ് എന്നിവയാണ് ഈ കാലയളവിൽ പിടികൂടിയത്. ഇതര സംസ്ഥാനത്തു നിന്നുൾപ്പെടെയുള്ള ലഹരി ഒഴുക്ക് തടയാൻ പഴുതടച്ച സംവിധാനമാണ് തൂഫാന്റെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലി പറഞ്ഞു. ഇതര സംസ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലേക്ക് പ്രത്യേകിച്ച് നർക്കോട്ടിക് ഡ്രഗുകൾ വരുന്നത് ചില നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ചില പട്ടണങ്ങളിൽ നിന്നാണ്, നഗരങ്ങളിൽ നിന്നാണ്. അവിടത്തേക്ക് നമ്മൾ അന്വേഷണം പോയിട്ടുണ്ട്. ചില കേസുകൾ പിടിക്കാനും പറ്റിയിട്ടുണ്ട്. കൂടുതലിപ്പോൾ ഞങ്ങൾ നോക്കുന്നത് ഇതിൻ്റെ സോഴ്സിലേക്കാണ്. ഇവിടേക്ക് വരുന്ന ആളുകളെ മാത്രം പിടിക്കാനല്ല, അത് അവർക്കുള്ള സോഴ്സിലേക്കും കൂടിയാണ് നോക്കുന്നത്. ഉപയോഗിക്കുന്നവരിൽ നിന്നും അവരിൽ നിന്നും ഞങ്ങൾ നോക്കുന്നത് അവരുടെ സോഴ്സ് ട്രാൻസ്പോർട്ട് ചെയ്ത ആരാണ്. ഈ രീതിയിൽ തന്നെയാണ് അതിന് അന്വേഷണം നടക്കുന്നത്. വലിയ രീതിയിൽ ഇതിൻ്റെ വരവ് കോഴിക്കോട് നഗരത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡാൻസാഫും മറ്റുദ്യോഗസ്ഥരും, നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരൊക്കെ
നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കേസിൽ പിടിക്കാൻ വരുന്നത്. അത് പരസ്യമായിട്ടൊക്കെ ഉള്ളത് വളരെ കുറഞ്ഞിട്ടുണ്ട്. 100% ക്ലിയർ ആയിട്ടുണ്ടെന്നുള്ളതല്ല, വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പയ്യാനക്കലിലെ ജിം കേന്ദ്രീകരിച്ച് നടന്ന ലഹരിയിടപാടിൽ 3 പ്രതികളെയാണ് പിടികൂടിയത്. ഈ ലഹരിയിടപാട് ജിമ്മുകളെയും മറ്റു ഫിറ്റ്നസ് സെന്ററുകളെയും സംശയത്തിന്റെ മറയിലാക്കിയിരുന്നു. ഇതിനിടെ പാളയത്ത് 38-കാരന്റെ കൊലപാതകത്തിന് പിന്നിൽ ലഹരി മാഫിയ എന്ന കുടുംബത്തിന്റെ ആരോപണം ആശങ്കകൾക്കും വഴിവെച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. എന്നോ എപ്പോഴോ ഓർമ്മയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയ കുട്ടിക്കഥകളുടെയും പഴയകാലത്തിൻ്റെ നാടൻ കളികളെയും സ്കൂൾ മുറ്റങ്ങളിലേക്ക് തിരികെ എത്തിക്കുകയാണ് ആലപ്പുഴയിലെ ഒരു പറ്റം അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും. അമ്മൂമ്മ കഥകളുടെ കഥാമാധുര്യം ടോക്കിംഗ് പാർലർ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ്. ആലപ്പുഴയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പദ്ധതി ഇന്ന് പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവങ്ങൾ സമ്മാനിക്കുകയാണ്. പഴയ കാലത്തിന്റെ കഥകൾ പുതിയ ഭാവത്തിൽ അവർ അവതരിപ്പിച്ചപ്പോൾ അത്ഭുതവും ആവേശവും നിറച്ച് അവർ കേട്ടിരുന്നു. പ്രായം പിന്നോട്ട് സഞ്ചരിച്ചു. അങ്ങനെ കഥ പറഞ്ഞ അവരും പുതുതലമുറയിലെ കുരുന്നുകളായി മാറി. മുത്തശ്ശിക്കഥകൾ, പുരാണങ്ങൾ, ചരിത്രകഥകൾ, ബാലസാഹിത്യം, ചെറുകവിതകൾ തുടങ്ങി പുതുതലമുറ കേൾക്കാനിടയില്ലാത്ത പലതും പഴമ ചോരാതെ അവർ കുരുന്നുകൾക്ക് മുൻപിൽ തുറന്നുവച്ചു. രാമസ്വാമിക്ക് തോട്ടമുണ്ട് ആരടിപ്പൊക്കത്തില്, ആ തോട്ടത്തിൽ ഒരു പൂച്ചയുണ്ട് ആരടിപ്പൊക്കത്തില്. ആ പൂച്ച എന്തു പറഞ്ഞു? ആ പൂച്ച എന്തു പറഞ്ഞു? ആ പൂച്ച എന്തു പറഞ്ഞു? അതിനും അപ്പുറമായി ജെൻസി തലമുറയ്ക്ക് കേട്ടറിവ് പോലുമില്ലാത്ത ഓലപ്പന്ത്, വാച്ച്, കണ്ണട, ഓലക്കാലിലെ പാമ്പ് തുടങ്ങിയ കളിപ്പാട്ടങ്ങളും കരകൗശല വസ്തുക്കളും ആ പ്രായം ചെന്ന കുരുന്ന് ഹൃദയങ്ങൾ പുതുതലമുറയ്ക്ക് മുന്നിൽ നിരത്തി. പഴയകാല കഥകൾ, കളികളും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ആധുനിക കാലഘട്ടത്തിൽ അവർ ഈ കാർട്ടൂണിൻ്റെയും ഭാവന നശിക്കുന്ന അല്ലെങ്കിൽ ഭാവന ഇല്ലാതാക്കുന്ന TV-യുടെ ഒക്കെ ലോകത്തിൽ നിന്ന് അവരൊന്ന് മാറ്റി നിർത്തിയിട്ട് പഴയകാല സ്മരണകളൊക്കെ അവരുടെ മനസ്സിലേക്ക് നിറയ്ക്കുകയാണെങ്കിൽ അവർ ഈ ലഹരിക്കൊക്കെ അടിപ്പെട്ട് അതിൽ നിന്ന് വിമോചിതരായിട്ട് മാറി നിൽക്കുന്നതിന് ഒരു അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അച്ഛനമ്മമാരോട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഗുരുക്കന്മാരോട് സ്നേഹം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ തീർച്ചയായും തലമുറകൾ തമ്മിലുള്ള അകലം കുറയും. ഇന്ന് കാണുന്ന ആ അണുകുടുംബത്തിൻ്റെ ആ ശോചനീയാവസ്ഥയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ മുതിർന്ന തലമുറയുടെ വിരസത മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. ഇവരെല്ലാം തന്നെ ടീച്ചർമാരായിരുന്നു, അല്ലെങ്കിൽ സാറന്മാരായിരുന്നു. ഇവരൊക്കെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടികളല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ. അവർക്ക് പഴയകാല കഥകൾ അറിയത്തില്ല, അന്നത്തെ കളികൾ അറിയില്ല, പഴയ രീതിയിലുള്ള ക്രാഫ്റ്റ് അതൊന്നും തന്നെ അറിയില്ല. അതൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചെടുത്തിട്ട് അവരെ വീണ്ടും നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോയിട്ട്, ഓർമ്മകളിലേക്ക് അവരെ മടക്കിക്കൊണ്ടു പോയിട്ട് വീണ്ടും ഒരു നല്ല സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രഥമമായ ലക്ഷ്യം. മുത്തച്ഛന്മാരും മുത്തശ്ശികളും കഥകളും പാട്ടുകളും കളിപ്പാട്ടങ്ങളുമായി എത്തിയതോടെ കുരുന്ന് ഹൃദയങ്ങളും സന്തോഷത്തിൽ തുള്ളിച്ചാടി. പരിപാടിയെക്കുറിച്ചറിഞ്ഞ് ധാരാളം രക്ഷിതാക്കളാണ് ടോക്കിംഗ് പാർലറിനെ ബന്ധപ്പെടുന്നത്. അങ്ങനെ പല തലമുറകളെ അവിടെ ഒന്നിച്ചു ചേർക്കുകയായിരുന്നു. ഇപ്പോൾ പല വേദികളും 3 തലമുറകളുടെ സംഗമമാണ്. സംഘത്തിലെ 13 പേർ റിട്ടയർഡ് അധ്യാപകരാണ്. ബാക്കിയുള്ളവർ പൊതുമേഖലയിൽ മികവ് തെളിയിച്ചു വരും. 1.25 മണിക്കൂറാണ് ക്ലാസ്. റീൽസിനും കാർട്ടൂണിനും പിന്നാലെ പാഞ്ഞിരുന്ന കുട്ടിക്കൂട്ടം ഫോണും റീലും വിരൽത്തുമ്പിൽ വിരിയുന്ന വിസ്മയങ്ങളും മറന്ന് കഥകൾക്കായി കാത്തിരിക്കുകയാണിപ്പോൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൈവിരൽ തുമ്പിലേക്കല്ല, പഴമയുടെ നന്മ നിറഞ്ഞ ഇന്നലകളിലേക്ക് ഈ കുരുന്നുകളെ കൈപിടിച്ച് നയിക്കുകയാണിവർ. ആലപ്പുഴയിൽ നിന്നും ആദർശിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഈ ഓലപ്പീപ്പിയും ഓലക്കണ്ണാടിയും ഒന്നും ഇന്നത്തെ ഈ ജെൻസി തലമുറയ്ക്ക് തീരെ പരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്കിംഗ് പാർലർ എല്ലാ സ്കൂളുകളിലും എത്തുകയാണെങ്കിൽ എത്ര നന്നായിരിക്കുമല്ലേ. മറ്റൊരു റിപ്പോർട്ട് നോക്കാം. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. അണക്കെട്ടിൽ നിലവിൽ 20% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി മേഖലകളിൽ കൃഷി ആരംഭിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കേരളത്തിൽ മഴ പെയ്യാത്തത് മലയാളികളെ മാത്രമല്ല, തമിഴ്നാട് കർഷകരെയും ദുരിതത്തിലാക്കുകയാണ്. മുല്ലപ്പെരിയാർ വെള്ളം ലഭിക്കാത്തത് മൂലം കമ്പം, തേനി ജില്ലകളിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കാൻ കഴിയാത്തത്. തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ വൈഗ അണക്കെട്ടാണ് ഇപ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുന്നത്. അണക്കെട്ടിൽ ഇപ്പോൾ സംഭരണശേഷിയുടെ 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുഗൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങി. മുന്നപ്പഴ தண்ணி வருது,
குடி தண்ணிக்காண்டி மதுரை போகுது தண்ணி. இது ஏற்பாடு பண்ணி கேட்டால் எல்லா கட்சிக்காரும் அனைத்து கட்சிக்காரும் வரமாட்டேங்கிறாங்க. இதான் பிரச்சனை காரணம். நமக்கு ஒரு ஆளுக்கு மட்டும் 100 ஏக்கர் 200 ஏக்கர் இருக்குது. அவன் யாரும் போகிறதில்ல. கூலிப்படை ஏவி விட்டு நீங்கள் போங்கன்னு சொல்லி ஏவிட்டால் அது ஒன்றுக்கு அடிக்கடி பிரச்சனையாகுது. ஒரு சமாதானமாக போய் தண்ணி கேட்டோம்னா அதை ஓகே பண்ணுவாங்க. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വൈഗ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മികച്ച മഴ ലഭിച്ചിരുന്നു. ഇതോടെ അണക്കെട്ട് നിറഞ്ഞ് കാർഷികാവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിടാനും കഴിഞ്ഞു. എന്നാൽ ഇത്തവണ മഴ കുറവായതോടെ അണക്കെട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിയില്ല. ഇതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ കാർഷിക മേഖലയെ ബാധിച്ചിരിക്കുന്നത്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കുന്നില്ല. ജലലഭ്യത ഉറപ്പില്ലാത്തതിനാൽ നിരവധി കർഷകർ ഇത്തവണ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 സമാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിനൂതന സാധ്യതകളും മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ സാങ്കേതിക വിദ്യയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും പ്രായോഗിക പരിശീലനം നൽകുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. AI അധിഷ്ഠിത ഇന്നൊവേഷനും സാങ്കേതിക മികവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഹാക്കത്തോണിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ദ്വിദിന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തത്തോടെ സമാപിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസും നൈട്രോസ്റ്റാക്കും സഹകരിച്ച് സംഘടിപ്പിച്ച ഹാക്കത്തോൺ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ അഥവാ MCP കേന്ദ്രീകരിച്ചായിരുന്നു. അമൃതപുരി ക്യാമ്പസിലെ വിവിധ പഠനശാഖകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹാക്കത്തോണിന്റെ ആദ്യ ദിനത്തിൽ ഏജന്റിക് AI ഫ്രെയിംവർക്കുകൾ, MCP അധിഷ്ഠിത ആപ്ലിക്കേഷൻ വികസനം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ പരിശീലന ക്ലാസുകൾ നയിച്ചു. വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസ് BFSI ഡയറക്ടർ സുരേഷ് കൃഷ്ണസ്വാമി, പ്രതിനിധി അഭിഷേക് പണ്ഡിറ്റ്, അമൃത സ്കൂൾ ഓഫ് കമ്പ്യൂട്ടിംഗിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ സ്വാമിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഹാക്കത്തോണിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക വർക്ക്ഷോപ്പും പരിശീലന സെക്ഷനുകളും സംഘടിപ്പിച്ചു. Amazed of the outputs of these hackathons and very excited about the partnership and the opportunity to collaborate with such a prestigious institution as Amrita. ഇതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ചാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 1750 കുട്ടികൾ അതിനെ രജിസ്റ്റർ ചെയ്ത് അവർ ഓരോരോ പ്രോജക്ട്സും നമ്മൾ കണ്ടാൽ അത് അതിശയിച്ച് പോകും. അതുപോലെ ഒരു ബ്രില്യൻസ് നമ്മൾ കാണാൻ കിട്ടി. തുടർന്ന് നടന്ന തത്സമയ ഹാക്കത്തോണിൽ കോഡിംഗിൽ മുൻപരിചയമില്ലാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സ്വന്തമായി MCP ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് കഴിവ് തെളിയിച്ചു. എല്ലാ പഠനശാഖകളിലെയും വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കിയിരുന്നു. 6 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 3 ടീമുകൾ വീതം വിജയികളായി. വിജയികൾക്കായി ക്യാഷ് പ്രൈസുകളും AI ക്രെഡിറ്റുകളും ഉൾപ്പെടെ ആകെ 10 ലക്ഷം രൂപ മൂല്യമുള്ള സമ്മാനങ്ങളാണ് ഒരുക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് വീക്കാൻ എന്റർപ്രൈസ് സൊല്യൂഷൻസിൽ ഇന്റേൺഷിപ്പിനും നേരിട്ടുള്ള തൊഴിൽ അഭിമുഖത്തിനുമുള്ള അവസരവും ലഭിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും നവീന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹാക്കത്തോൺ സഹായകമായതായി സംഘാടകർ വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ആവേശകരമായ പങ്കാളിത്തമാണ് പരിപാടിയുടെ ഏറ്റവും വലിയ വിജയമെന്നും അവർ കൂട്ടിച്ചേർത്തു. AI രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും തൊഴിൽ സാധ്യതകളും വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാൻ അവസരമൊരുക്കിയാണ് 2 ദിവസം നീണ്ടുനിന്ന ഏജന്റിക് AI MCP ഹാക്കത്തോൺ 2026 സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലുള്ള സാന്റാഫെയിൽ ഊഷ്മള സ്വീകരണം നൽകി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടന്ന സത്സംഗത്തിലും പങ്കെടുത്തത്. അമ്മയുടെ സന്ദേശവുമായി അമേരിക്കയിൽ പര്യടനം നടത്തുന്ന സ്വാമി അമൃത സ്വരൂപാനന്ദപുരി ന്യൂ മെക്സിക്കോ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ സാന്റാഫെയിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് സ്വാമി എത്തിയത്. മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ സ്വാമിജിയെ ആചാരപരമായി പൂർണ്ണ കുംഭം നൽകിയാണ് ഭക്തർ സ്വീകരിച്ചത്. തുടർന്ന് സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. It is a totality that is smiling. Understand that this is how divinity smiles. And this is how God smiles. And this is why the Guru's form and all her actions become meditation. സ്വാമിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഭജനയിലും ധ്യാനത്തിലും നിരവധി പേർ പങ്കെടുത്തു.
now meditate for some time. എല്ലാവർക്കും പ്രസാദവും നൽകിയാണ് സ്വാമിജി മടങ്ങിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. പഞ്ചകർമ്മ ചികിത്സയ്ക്ക് പ്രായപരിധിയുണ്ടോ? പ്രമുഖ ആയുർവേദ സ്ഥാപനമായ പങ്കജകസ്തൂരി ഗ്രൂപ്പ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ പറയുന്നു. സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയം, എത്ര വയസ്സുള്ളവർക്കാണ് ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് യോജിച്ചത്? അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ, എണ്ണ ഇടുക, കിഴിയിടുക, ഇതൊക്കെ പറയുന്നത് പ്രത്യേക പ്രായപരിധിയുണ്ടോ? സാധാരണ നമ്മളെല്ലാവരും കാണാറുണ്ട്, പണ്ടൊക്കെ കുഞ്ഞുനാളിലൊക്കെ, എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ് കഴിയുമ്പോഴാണ് ആയുർവേദ ചികിത്സയ്ക്ക് തയ്യാറാകുന്നത് പോലും. അന്ന് വളരെ വിരളമാണ് കിഴിയിടുക, അല്ലെങ്കിൽ പിഴിച്ചിൽ ചെയ്യുക, ഒഴിച്ചിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പണ്ട് കാലങ്ങളിൽ അന്നത്തെ ജീവിത ശൈലി വെച്ചിട്ട് 50 വയസ്സിനും 60 വയസ്സിന് ശേഷമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 18 വയസ്സിലും 20 വയസ്സിലും 25 വയസ്സിലും, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനും പെട്ടെന്ന് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കൂടുതൽ വരുന്നു. 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പുതിയ ആഹാര സാഹചര്യങ്ങളിലേക്ക് പോകുന്നു, അമിതമായ വണ്ണമുണ്ടാകുന്നു, നമ്മുടെ ശാരീരികമായ രോഗങ്ങൾ, നമ്മുടെ ജീവിതശൈലി, അതുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചകർമ്മ ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതെപ്പോഴും ഒരു സംശയം, ഏത് പ്രായത്തിൽ തുടങ്ങണം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പഞ്ചകർമ്മ ചികിത്സ പലപ്പോഴും 12 വയസ്സിന് ശേഷമാണ് സാധാരണ പറയുന്നത്, ശാസ്ത്രത്തിൽ പറയുന്നത്. എന്നാൽ ചെറുതായിട്ട് അതിൻ്റെ പൂർവ്വകർമ്മങ്ങളായ എണ്ണ ഇടുക, കിഴിയിടുക, അത്തരം കാര്യങ്ങൾ വയസ്സൊന്നുമില്ല. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള രോഗങ്ങൾക്ക് 2 വയസ്സിലും 3 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും ഒക്കെ ഞമരപ്പായസം, ഞമരക്കിഴി, അങ്ങനെ അല്ലെങ്കിൽ അഭ്യംഗം, ഇതൊക്കെ കുഞ്ഞു പ്രായത്തിലും ചെയ്യാറുണ്ട്. അത് അത്തരം രോഗമുള്ളവരിൽ. അല്ലാതെ സാധാരണ 12 വയസ്സിന് ശേഷമാണ് പഞ്ചകർമ്മം. ഇപ്പോൾ നസ്യം, ഇപ്പോൾ സ്ഥിരമായി സൈനോസൈറ്റിസ് വരുന്ന ആളാണ്, സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ക്രോണിക്കായിട്ടുള്ള തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, അഡിനോയിഡൈറ്റിസ്, ഇത്തരം രോഗങ്ങളൊക്കെ വരുന്നു. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണ്. അത്തരം സാഹചര്യങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരം ഡോക്ടർ കണ്ടതിന് ശേഷം നസ്യം 12 വയസ്സിലും 13 വയസ്സിലും 10 വയസ്സിലും ഈവൻ ചെയ്യാം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനമാണ്. എന്നിരുന്നാലും മുതിർന്നവരിൽ വരുമ്പോൾ 18 വയസ്സ് 20 വയസ്സ്, ഇപ്പോൾ 22, 23, 24, 25 വയസ്സിലുമൊക്കെ നല്ല രീതിയിലുള്ള ക്രോണിക്കായിട്ടുള്ള സർവൈക്കൽ ലംബാർ സ്പോണ്ടൈലോസിസ് രോഗികളെ ഞാൻ കാണാറുണ്ട്. പണ്ട് കാലങ്ങളിൽ 50 വയസ്സിലുണ്ടാകുന്ന ഒരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 50 വയസ്സായ പ്രായം ഏകദേശം പറയാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയുന്നില്ല. 25 വയസ്സിലും 30 വയസ്സിലുമൊക്കെ നല്ല രീതിയിലുള്ള ഡിസ്ക് ബൾജും MRI നോക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ ചെറുപ്രായത്തിലെ തന്നെ ഡെസിക്കേറ്റഡ് വെർട്ടിബ്രയും ഇംപിഞ്ച്മെൻറ്റും അബട്ട്മെൻറ്റും ഒക്കെ കാണുന്നുണ്ട്, ഇഫൈസ്മെൻറ്റും ഒക്കെ വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത ശൈലിയാണ് കാരണം. അതുകൊണ്ട് ഒരു വർഷത്തിലൊരിക്കൽ ചികിത്സ ചെയ്തില്ലെങ്കിലും ഒരു കൺസൾട്ടേഷൻ, ഒരു നിങ്ങളെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് എന്താണ് നിങ്ങൾക്ക് ഉള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും രോഗഗ്രസ്തമാകാതിരിക്കാൻ. ഇപ്പോൾ ഒരു ഏർലി സർവൈക്കൽ, ഇപ്പോൾ ഏർലി ഏജിലൊക്കെ ഉണ്ടാകുന്ന സർവൈക്കൽ ന്യൂറാൾജിയ പോലുള്ള അവസ്ഥകളൊക്കെ കൃത്യമായിട്ട് ഒരിക്കൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്പോണ്ടൈലോസിസ് ആകാതിരിക്കും. എന്നാൽ ചില രോഗങ്ങളുണ്ട് സർവൈക്കലായിട്ടുണ്ടാകുന്ന ആങ്കലോസിങ് സ്പോണ്ടൈലോസിസ് പോലെയുള്ളവ. അതിന് ശാസ്ത്രീയമായ ചികിത്സകൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആയുർവേദ ഡോക്ടറെ കണ്ട് ചികിത്സ തന്നെ ഉദ്ദേശിക്കേണ്ടി വരും. അല്ലാതെ സ്പോണ്ടൈലോസിസ്, സ്പോണ്ടൈലോലൈസിസ്, സ്പോണ്ടൈലോലിസ്തസിസ്, സ്പോണ്ടൈലൈറ്റിസ് ഇങ്ങനെയുള്ള അവസ്ഥകൾക്കൊക്കെ ആയുർവേദ ചികിത്സയിലൂടെ ഗണ്യമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് പ്രായമൊന്നുമില്ല, രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, ഇന്നത്തെ ഒരു വിപണിയുടെ പോക്ക് എങ്ങനെയായിരിക്കും? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെയും നഷ്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശങ്കയാണ് വീണ്ടും വിപണികളെ വിൽപ്പനയിലേക്ക് നീക്കിയത്.
ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്നലെ $90 എന്ന നിലവാരത്തിലേക്ക് എത്തിയിരുന്നു. അതും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക തന്നെയാണ്. വരും ദിവസങ്ങളിലും അതിലേതെങ്കിലും തരത്തിലൊരു അയവ് വരുന്നതനുസരിച്ചുള്ള ഒരു നീക്കമാണ് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രചോദനം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സ്വകാര്യ ബാങ്കുകളുടെ പ്രവർത്തന ഫലത്തിൽ വേണ്ട രീതിയിൽ വിപണിക്ക് അനുകൂലമായില്ല. വിപണി പ്രതീക്ഷിച്ച നിലവാരത്തിന് താഴേക്ക് പോയതാണ് ഒരു വിൽപ്പനയ്ക്ക് കാരണമായത്. പ്രവർത്തന ഫലങ്ങൾ മികച്ചതായിരുന്നെങ്കിൽ കൂടിയും അത് വിപണിയുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് വിൽപ്പനയിലേക്ക് നീങ്ങിയത്. എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. സാങ്കേതികമായി 24,000 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. അതായിരിക്കും അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കത്തോടുള്ള വ്യാപാരം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 24,500 എന്ന നിലവാരം തന്നെയായിരിക്കും പ്രതിരോധ നിലവാരമായി പ്രവർത്തിക്കുകയും ചെയ്യുക. അർജന്റീനയെ തോൽപ്പിച്ച് 2026 ഫിഫ ലോകകപ്പ് സ്വന്തമാക്കിയ സ്പെയിൻ ദേശീയ ഫുട്ബോൾ ടീമിന് സ്വന്തം നാട്ടിൽ വൻ വരവേൽപ്പ്. കിരീടവുമായി തിരിച്ചെത്തിയ ടീമിനെ സ്പാനിഷ് രാജകുടുംബവും പ്രധാനമന്ത്രിയും മാഡ്രിഡിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. സാസ്വേല കൊട്ടാരത്തിൽ വെച്ച് രാജാവ് ഫിലിപ്പ് ആറാമൻ, രാജ്ഞി ലെറ്റിസിയ, രാജകുമാരിമാരായ ലിയോനോർ, സോഫിയ എന്നിവർ ടീമിനെ സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായും ടീം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് നടന്ന ഓപ്പൺ ടോപ്പ് ബസ് പരേഡിൽ 10 ലക്ഷത്തിലേറെ ആരാധകരാണ് പങ്കെടുത്തത്. സിബിലസ് സ്ക്വയറിലാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. പുരുഷ ടീമിന്റെ കൂടി നേട്ടത്തോടെ ഫിഫയുടെ പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ ഒരേ സമയം കൈവശമുള്ള ആദ്യത്തെ രാജ്യമായി സ്പെയിൻ മാറി. അർജന്റീനയുടെ ഫിഫ ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെ ലയണൽ മെസ്സിയുടെ വൈകാരിക കുറിപ്പ്. പരാജയത്തിന്റെ വേദന അതികഠിനമാണെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും ഇൻസ്റ്റയിലാണ് മെസ്സി കുറിപ്പ് പങ്കുവച്ചത്. പോസ്റ്റിൽ ആരാധകർക്ക് നന്ദി അറിയിക്കുകയും സ്പെയിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിൽ കളിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകകപ്പിന് ശേഷം ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങുന്ന താരം ജൂലൈ 23-ന് ഷിക്കാഗോ ഫെയർ FC-ക്ക് എതിരെയുള്ള മേജർ ലീഗ് സോക്കർ മത്സരത്തിലും തുടർന്ന് ജൂലൈ 26-ന് CF മോൺട്രിയലിനെതിരെയുമുള്ള മത്സരത്തിലും ഇന്റർ മയാമിക്ക് ആയി കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അതേസമയം ഈ ഒരു തോൽവിക്ക് പിന്നാലെ അർജന്റീന താരങ്ങൾക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടാവുകയാണ്. താരങ്ങൾ ഗ്രൗണ്ടിൽ നടത്തിയ അക്രമാസക്തമായ പെരുമാറ്റത്തെക്കുറിച്ച് ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചു. സ്പെയിനിനോട് എക്സ്ട്രാ ടൈമിൽ 1-0 പരാജയപ്പെട്ട് കിരീടം നഷ്ടമായതിന് പിന്നാലെയാണ് അർജന്റീന താരങ്ങൾ എതിർ കളിക്കാരുമായി കയ്യാങ്കളിയിൽ ഏർപ്പെട്ടത്. മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് അർജന്റീന മധ്യനിര താരം ലിയാൻഡ്രോ പെരഡസ് സ്പാനിഷ് ഡിഫൻഡർ എറിക് ഗാർസിയയുടെ കഴുത്തിന് പിടിച്ച് തള്ളുകയും ഗാവിയെ നിലത്തേക്ക് തള്ളിയിടുകയും ചെയ്തത്. തുടർന്ന് പാരഡസിന് റഫറി ചുവപ്പ് കാർഡ് കാണിച്ചു. മാത്രമല്ല, ആഘോഷ പ്രകടനങ്ങളുമായി ഓടിയ സ്പാനിഷ് നായകൻ റോഡ്രിയെയും സബ്സ്റ്റിറ്റ്യൂട്ട് കളിക്കാരനെയും അർജന്റീന ഡിഫൻഡർ നഹുൽ മോൾന വയറ്റിലിടിക്കാൻ ശ്രമിച്ചതായും പരാതി ഉയർന്നിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.